ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിവേ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വർഷം ഞാൻ ഒരുപാട് വീഡിയോസ് ഇടണം എന്നുള്ള പ്ലാനിലുണ്ട് കേട്ടോ. അതായത് യൂട്യൂബിൽ കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആവാന്നുള്ളൊരു പ്ലാൻ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ വെച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെ റെഡി ആവുന്നുള്ള കേട്ടോ. പക്ഷേ ഞാൻ എല്ലാ ഫംഗ്ഷനും ഇങ്ങനെയാണോ റെഡി ആവാന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഞാൻ വളരെ റെയർ ആയിട്ടാണോ ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോണത്. ഇതെന്തായാലും ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം ഒരുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ മിനിമൽ മേക്കപ്പിന്റെ ഒരാളാണ് കേട്ടോ. ഞാൻ ഏത് ഫംഗ്ഷന് പോകുകയാണെങ്കിലും ഒരു ബ്ലഷ്, ഒരു ലിപ്സ്റ്റിക്, ഒരു ഐബ്രോസ്, ഇത് മാത്രം. എനിക്ക് ബേസ് മേക്കപ്പ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു റിസപ്ഷന് പോയപ്പോൾ ഞാൻ അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കിൻ പ്രെപ്പിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം മേക്കപ്പിലേക്ക് അടുക്കാട്ടോ. ആദ്യം ഞാൻ എന്റെ അണ്ടർ ഐ സർക്കിൾസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു കൺസീലർ പാലറ്റ് എടുത്തിട്ട് എനിക്ക് മാച്ച് ആവുന്ന 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ബ്രഷ് യൂസ് ചെയ്യണില്ല എന്ന് വെച്ചാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ നമുക്ക് ഫിംഗേഴ്സ് ആണ്. പക്ഷേ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷോ സ്പഞ്ചോ യൂസ് ചെയ്യണം കേട്ടോ നല്ലത്. എന്തായാലും ഞാൻ കണ്ണിന്റെ താഴെ മേലൊക്കെ കൺസീലർ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുറച്ച് വൈറ്റിഷ് ആയിട്ട് തോന്നുന്നുണ്ടാവും. കാരണം ഞാൻ ഐലിഡ്സിന്റെ മേലെ കുറച്ച് വൈറ്റിഷ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഐഷാഡോ കുറച്ചും കൂടി എടുത്തറിയാൻ വേണ്ടിയിട്ടാ. അങ്ങനെ കുറച്ച് നമ്മുടെ സെയിം ഷെയ്ഡിൽ വരുന്ന ഫൗണ്ടേഷൻ കുറച്ച് എടുത്തിട്ട് നമ്മൾ കണ്ണിന്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കുറച്ച് കറക്റ്റ് ആയിട്ട് വരിക, നമ്മുടെ സ്കിൻ ടോൺ കറക്റ്റ് ആയിട്ട് വരിക. നമ്മൾ റിസപ്ഷനിൽ ഡ്രസ് കോഡ് വന്നിട്ട് ബ്ലാക്ക് കളർ ചെയ്യുന്നുട്ടോ. അതാണ് ഞാൻ ഈ ബ്ലാക്ക് ഷോർട്ട് ടോപ്പും ഒരു പലാസോ പാന്റും ഉള്ള ഈ സെറ്റ് ഇട്ടത്. പിന്നെ ഈ മേക്കപ്പ് വീഡിയോ ഭയങ്കര ലോങ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ലാസ്റ്റ് ഫൈനൽ ലുക്ക്, ഷോളും ഈ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ലുക്ക് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് ലാസ്റ്റ് ആയപ്പോൾ പിന്നെ പെട്ടെന്ന് ഹറിബറി ആയിപ്പോയി. പക്ഷെ മേക്കപ്പ് ലുക്ക് ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഓൺ വോയിസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സെയിൻ അവിടെ ഇരുന്നിട്ട് ഭയങ്കര കളയുന്നു പാത്രം കൊണ്ട്. അതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ട വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പ്രെപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഐലിഡ്സ് ഒക്കെ ഒന്ന് പ്രെപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഐഷാഡോ ഒക്കെ കിടന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാനൊരു പിങ്ക് കളറും ഒരു ഗ്ലിറ്ററാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐഷാഡോ ഇട്ടതിന് ശേഷം ജസ്റ്റ് ജെൽ ലൈനർ വെച്ചിട്ട് ഐലൈനർ പോലെ ഒന്ന് വരച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്മോക്കി ഐ ലുക്കിന് വേണ്ടിയിട്ട്. കാരണം ബ്ലാക്ക് ഡ്രസ് ആണല്ലോ. പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അടുക്കളയിൽ ഇരുന്നിട്ടാട്ടോ. കാരണം അടുക്കളേന്റെ അവിടെയുള്ള ജനാലിൽ നിന്നാണ് ഈ ഒരു സമയത്ത്, അതായത് ഈവനിങ് സമയത്ത് വെളിച്ചം ഉണ്ടാവുക. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിന്റെ ഡിസൈൻ കരഞ്ഞിട്ട് എന്റെ മടി വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ താത്താന്റെ മക്കളെ കൊച്ചുണ്ടാക്കുന്ന സൗണ്ട് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. എന്തായാലും ഡൈ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് ആയിട്ട് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാഷസ് ഞാൻ വെക്കണില്ല കേട്ടോ, കാരണം അതൊരു ബ്രൈഡൽ ലുക്കിനൊക്കെ ആവും ലാഷസ് ഭംഗി. ഇത് നല്ലൊരു വാട്ടർ പ്രൂഫ് മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസിലൊക്കെ ഒന്ന് കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ട് ഒരുപാടൊന്നും കളർ കറക്റ്റ് ചെയ്യാനില്ല, എന്നാലും ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഗ്രേ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ കറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്റെ ചുണ്ടിന്റെ ചുറ്റും പിന്നെ കവളയിൽ 2-3 കുരു വന്ന പാടൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാടൊക്കെ ഉണ്ട് ഞാൻ കറക്റ്റ് ചെയ്യണത്. ആ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് അവിടെ സെറ്റിൽ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം കേട്ടോ. എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ബ്ലഷ് ഇടാനും ലിപ്സ്റ്റിക് ഇടാനും. എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയുണ്ടാവും. ഈ 3 കാര്യം ചെയ്യാതെ ഞാൻ പുറത്തൊന്നും പോകലില്ല. അങ്ങനെ ഐബ്രോസ് ഞാനൊരു ആ ജെൽ ലൈനർ വെച്ചിട്ട് തന്നെ ആട്ടോ ഫില്ല് ചെയ്തിട്ടുണ്ടായി. കാരണം എൻ്റെ ഐബ്രോസിന്റെ പാലറ്റ് ജെയിനു നിലത്തിട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 2 ഷെയ്ഡായിരുന്നു പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു ബ്ലാക്ക് ആ ജെൽ ലൈനർ വെച്ചിട്ട് തന്നെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു പമ്പ് ഫൗണ്ടേഷൻ എടുത്തിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പമ്പിലൊന്നും നിന്നിട്ടില്ല. ഒരു 1.5 പമ്പൊക്കെ എടുത്തിട്ട് ഞാൻ ഫേസ് ഫുള്ള് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫിറ്റ്മിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കവറേജ് ഉള്ള ഒരു ഫൗണ്ടേഷൻ ആട്ടോ. അതിനുശേഷം ഞാൻ ഫിറ്റ്മിയിൽ തന്നെ കോമ്പാക്ട് എടുത്തിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഫേസ് മേക്കപ്പ് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി എടുത്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ഫേസ് നല്ല ഭംഗിക്കിരിക്കുക, അതായത് എല്ലാം ഒന്ന് ബ്ലെൻഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് ലെയർ ഇട്ടിട്ടില്ല, എല്ലാം കൂടി ഒരൊറ്റ ലെയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇടയിൽ വെച്ചിട്ട് ഈ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറഞ്ഞ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടാന്നുള്ള. ആദ്യം ഞാനൊരു വയലറ്റ് കളർ ലിപ്പ് ലൈനർ ഇട്ട് നോക്കി, പക്ഷെ അതിന് തീരെ ഷാർപ്പ് അല്ലാത്തതുകൊണ്ട് അത് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം ഞാൻ 2 ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ നേരിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ലിപ്പ് ലൈനർ ഇട്ട പോലെ ഉണ്ടാവും, ഒരു ഫിനിഷിംഗും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്രൗണും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബ്രിക്ക് കളറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഷെയ്ഡ് ഞാൻ ലാസ്റ്റ് ആയപ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് ഈ ഡ്രസ്സിക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു ഡാർക്ക് കളർ ലിപ്സ്റ്റിക് അതിന്റെ മേലെ ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ലോങ് വീഡിയോസ് ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. കാരണം എൻ്റെ ലോങ് വീഡിയോസിനൊക്കെ ഭയങ്കര വ്യൂസ് കുറവാണ്. ഷോർട്സിന് അത്യാവശ്യം വ്യൂസ് ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളത് ഈ വീഡിയോന്റെ ഇടയിൽ കമന്റ് ചെയ്യാം. ഞാൻ 2025 ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്കൊരു Q&A ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷെ അതിൽ ആകെ വളരെ കുറച്ച് 5-6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഇടയിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതൊരു Q&A ആയിട്ട് ചെയ്യാം. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് പറഞ്ഞു വരുമ്പോഴത്തേന് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഷെയ്ഡ് ആട്ടോ. ഇതന്നെയാണ് നേരിട്ടും കാണാണ്ടായിരുന്നത്. പക്ഷെ ആ ഡ്രസ്സൊക്കെ എന്തോ മാച്ചാവാത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബ്ലഷും കൂടി ഇടാണ് 2-3 ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ടത്. ആദ്യം ഇട്ടപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോമ്പാക്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബ്ലഷ് ഇടുമ്പോൾ നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടും നമ്മളെ ഫേസിന്. അതായത് ഫുൾ മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒരു ബ്ലഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടും. അങ്ങനെ ഞാൻ വേണ്ട സ്ഥലത്തൊക്കെ വാരി വലിച്ച് ബ്ലഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള, ഞാനിവിടെ സ്ട്രോപ്പ് ക്രീം ആട്ടോ, NYBന്റെ സ്ട്രോപ്പ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോൾഡൻ ഷെയ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലോ കിട്ടും. ഈ നൈറ്റത്തെ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ ഫേസ്. അങ്ങനെ ഹൈലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് കണ്ണിന് താഴെ ഐഷാഡോ കൊടുത്തിട്ടില്ലല്ലോ. അതും കൂടി കൊടുക്കുമ്പോഴാട്ടോ കണ്ണിന്റെ ലുക്ക് ഫുൾ ആവുള്ളൂ. അതായത് താഴെയും കൂടി നമ്മൾ മേലെ യൂസ് ചെയ്ത കളേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഞാൻ ബ്ലഷ് പാലറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു പിങ്ക് കളർ കൊടുക്കാട്ടോ ചെയ്തത്. ഐഷാഡോ പാലറ്റ് തുറക്കാനുള്ള മടിയുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് മേക്കപ്പ് ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു വീഡിയോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, കാരണം ഫുൾ ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എൻ്റെ അടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.